ചർച്ചയാകുന്ന പേരാണ് ആസിഫ് അലി. കഴിഞ്ഞ ദിവസം നടൻ ആസിഫ് അലിയിൽ നിന്നും ഉപഹാരം വാങ്ങിക്കാൻ വിസമ്മതിച്ച സംഗീതജ്ഞന്റെ വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. സംഭവത്തിന്റെ വീഡിയോയും വൻതോതിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ രമേശ് നാരായണനെതിരെ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നത്. വിമർശനങ്ങൾ ശക്തമായതോടെ സംഭവത്തിൽ വിശദീകരണവുമായി ആസിഫ് അലിയും രമേശ് നാരായണനും കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും ചെയ്തു. ഇതോടെ ആ വിഷയം അവസാനിക്കുകയും ചെയ്തു. ഈ വിവാദത്തിനിടയിൽ തന്നെ സമാനമായ മറ്റു ചില സംഭവങ്ങളും ചൂണ്ടിക്കാട്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. അത്തരത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിലെ കേന്ദ്ര കഥാപാത്രം തെന്നിന്ത്യൻ താരസുന്ദരി നയൻതാരയാണ്. 2016 സൈമ അവാർഡ് വേദിയിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. മികച്ച തമിഴ് നടിക്കുള്ള പുരസ്കാരമായിരുന്നു നയൻതാരയ്ക്ക് അന്ന് ലഭിച്ചത്. ഞാനും റൗഡി താൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു അവാർഡ്. പരിപാടിയിൽ നയൻതാരയ്ക്ക് പുരസ്കാരം കൊടുക്കേണ്ടിയിരുന്നത് സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുനാണ്. പുരസ്കാരം നൽകാനായി അല്ലു അർജുനെയും സ്വീകരിക്കാനായി നയൻതാരയും ക്ഷണിച്ചു. വേദിയിലേക്ക് വന്ന ഉടനെ തന്നെ അല്ലു അർജുനിൽ നിന്ന് നയൻതാര അവാർഡ് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ചിത്രത്തിന്റെ സംവിധായകനും പിന്നീട് ഭർത്താവുമായി മാറിയ വിഘ്നേഷ് ശിവനെ കുറിച്ച് നയൻതാര വാതോരത്ത് സംസാരിക്കുകയും അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയും ആയിരുന്നു. ശേഷം നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും റൗഡി താന്റെ സംവിധായകനിൽ നിന്ന് ഈ പുരസ്കാരം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നയൻതാര പറഞ്ഞു. നയൻതാരയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ അല്ലു അർജുൻ താൻ കൊടുത്ത അവാർഡ് തിരികെ വാങ്ങിച്ചു. ശേഷം വിഘ്നേഷ് ശിവൻ വേദിയിലെത്തുകയും നയൻതാരയ്ക്ക് വീണ്ടും പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്തു. സത്യത്തിൽ അന്ന് നയൻതാര അല്ലുവിനോട് ചെയ്ത പോലെ തന്നെയല്ലേ ഇന്ന് ആസിഫ് അലിയോട് രമേശ് നാരായണൻ ചെയ്തതും? സന്ദർഭം വേറെയാണെങ്കിലും ഇരുവരും അപമാനിക്കപ്പെട്ടു. നയൻതാര അല്ലു അർജുനോട് കാണിച്ച പെരുമാറ്റം നടന്റെ ആരാധകരിൽ വിദ്വേഷം ഉയർത്തിയിരുന്നു. വലിയ രീതിയിൽ നയൻതാരയ്ക്കെതിരെ അല്ലു അർജുന്റെ ആരാധകർ സൈബർ ആക്രമണം നടത്തിയിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് 8 കൊല്ലമായി നയൻതാരയും അല്ലു അർജുനും പിണക്കത്തിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അല്ലുവിന്റെ പല സിനിമകളിലും പിന്നീട് നായികയായി നയൻതാരയെ പരിഗണിച്ചെങ്കിലും ഓഫർ സ്വീകരിക്കാൻ താരം തയ്യാറായില്ലെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ അപ്പുറത്ത് നിൽക്കുന്നയാളെ വേദനിപ്പിക്കുന്നതാണോ എന്നൊന്നും പലർക്കും അറിയില്ല. മികച്ച നടിക്കുള്ള അവാർഡ് അല്ലു അർജുനെ പോലൊരു താരത്തിൽ നിന്ന് വാങ്ങിക്കുകയും അത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ മോശമാണ്. പക്ഷേ ആസിഫ് അലിയെ പോലെ അല്ലു അർജുനും അന്ന് മൗനം പാലിച്ചു. ഇതിനെതിരെ ശബ്ദമുയർത്താനോ നടിയെ മറ്റൊരു വേദിയിൽ വെച്ച് അപമാനിക്കാനോ അല്ലു അർജുൻ ശ്രമിച്ചില്ല. എന്തായാലും ഈ വീഡിയോ 8 കൊല്ലങ്ങൾക്കപ്പുറം വീണ്ടും വൈറലാവുകയാണ്.